ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സങ്കീർത്തന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ക്വാർട്ടറിലെ 8ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ തലവാചകം നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം. നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം എന്നാണ്. പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താതി കർത്താവുമാനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ സകല പാപങ്ങളും പോക്കി ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ തിരുസന്നിധിയിൽ കേൾക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പാഠം ഞങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതിനാൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഈ പാഠം പഠിക്കേണ്ടതിന് ദൈവമേ, ഈ പാഠത്തിലെ മർമ്മങ്ങളെ ഈ പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ പാഠം പരിശുദ്ധാത്മാവിനാൽ തന്നെ നിയന്ത്രിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്തോത്രം. അപ്പോൾ പാഠം 8 നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം. അപ്പോൾ നമുക്ക് മനപ്പാഠ വാക്യത്തിലേക്ക് പോകാം. സങ്കീർത്തനം 90 12 വാക്യമാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്നാണ് ഈ മനപ്പാഠവാക്യം നമ്മോട് പറയുന്നത്. മോശ എഴുതിയൊരു സങ്കീർത്തനമാണ്. ഈ ഒരു സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥന തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകുന്നതിന് വേണ്ടിയും ആണ് മോശ ഈ സങ്കീർത്തനത്തിലൂടെ ആവശ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. ശരിക്കും ഈ ഒരു പ്രാർത്ഥന ശരിക്കും ഭൂമിയിലൊരു സൗമ്യനായ മനുഷ്യനാണെന്ന് അറിയപ്പെടുന്നതിന് മോശ സഹായിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും മോശയുടെ പ്രാർത്ഥനയുടെ സ്വർഗീയം ജ്ഞാനം നൽകപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കളെ മോശ വഴി നടത്തിയതെന്നും നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോഴും മനസ്സിലാകുന്നതാണ്. ശരിക്കും നമ്മളെപ്പോഴും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പഠിക്കുന്ന കാലത്തിന് ആവശ്യമായ ജ്ഞാനം തരാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം കൊടുക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും നന്മതിന്മകൾ തിരിച്ചറിയാൻ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തോട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരായ നമ്മൾ ശരിക്കും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്വർഗീയ ജ്ഞാനം നൽകപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ. നമ്മൾ സദൃശവാക്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം 600-ൽ പരം തവണ ജ്ഞാനം എങ്ങനെ നമുക്ക് നേടുന്നതിനെക്കുറിച്ചും അതുപോലെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇയ്യോബിൻ്റെ 28-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയെന്ന് ഇയ്യോബ് ചോദിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇയ്യോബ് തന്നെ പറയുന്നൊരു വാക്യമുണ്ട്. ദൈവം അതിൻ്റെ വഴികളെ അറിയുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട് എന്ന് പറയുന്നു. ശരിക്കും ഇയ്യോബിന് മനസ്സിലായ ഈ കാര്യം മോശയ്ക്ക് മനസ്സിലായിരുന്നു എന്ന് നമുക്ക് ഈ മനപ്പാഠവാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും നമ്മളും ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട്, അതായത് ക്രൂശിലെ മരണത്തോളം പോയി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ക്രൂശിലെ മരണത്തോളം പോയി നമ്മളെ കാണിച്ചു തന്ന ദൈവത്തോടുള്ള നമ്മൾ പലപ്പോഴും പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതിന് ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കുക. ഇതിന് തീർച്ചയായും ഇയ്യോബ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ മോശയുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും അനുകരിക്കണമെന്ന് നമ്മൾ ഈ ശനിയാഴ്ചത്തെ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഈ ആഴ്ചത്തെ പാഠഭാഗത്തിൽ ലോകത്തിലെ ജ്ഞാനത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്, സ്വർഗത്തിലെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ പാഠഭാഗത്തിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് ഞായറാഴ്ച ഭാഗത്തും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് അല്ലേ. അപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ സങ്കീർത്തനം 119-ന്റെ 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ
യഹോവയ്ക്കായവർ ഭാഗ്യവാന്മാരെന്നാണ്. യഹോവയുടെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കണം എന്ന്, നടപ്പിൽ നിഷ്കളങ്കമായി ജീവിക്കേണ്ടതിന് എന്താണ്? യഹോവയുടെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കണമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തുടർന്നുള്ള വാക്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ 6-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ലജ്ജിക്കാതിരിക്കേണ്ടതിന് ദൈവകൽപ്പനകളെ അനുസരിക്കണമെന്ന് പറയുന്നു. നമ്മൾ ഈ 119-ാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരാളം വാക്യങ്ങൾ കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ 9-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നടപ്പ് നിർമ്മലമാകേണ്ടതിന് എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ കാണുന്നു. നമ്മൾ 101-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? പാപത്തിൻ്റെ അപകടാവസ്ഥയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. നമ്മൾ 105-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെന്നാണ്. നമ്മൾ നമ്മുടെ ഇരുളിൽ നേരായി നടക്കേണ്ടതിന് പാതയ്ക്ക് പ്രകാശമായും കാലിന് ദീപവുമായും ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നു. അതിനാൽ നമ്മൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുന്നു. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവകൽപ്പന അനുസരിച്ചിരിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നുവെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അല്ലെ, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമായി ശരിക്കും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ പാഠഭാഗം പഠിച്ചു വന്നപ്പോൾ ഈ 119-ൻ്റെ 148-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അത് തീർച്ചയായും കുറച്ചുകൂടെ ആഴത്തിൽ എനിക്ക് ധ്യാനിക്കാൻ കഴിഞ്ഞിരുന്നു. 148-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. പലതവണ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ പാഠം തയ്യാറാക്കിയപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ, അതൊരു ആൾക്കായിരിക്കാം, അതൊരു സാധനത്തിനായിരിക്കും, ഒരു സന്ദർഭത്തിനായിരിക്കാം, ഒരു സംഭവത്തിനായിരിക്കാം, എന്തിനെങ്കിലും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ അത് നോക്കി പാർത്തുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ശരിക്കും തിരുവചനം ധ്യാനിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിന്, അത് പഠിക്കുന്നതിനും ദൈവത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതിനും വേണ്ടി യാമങ്ങളെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് 148-ാമത്തെ വാക്യം പറയുന്നത്. ഇതാണ് ദൈവത്തിന് നമ്മളുള്ള പൂർണ്ണമായ ദൈവസ്നേഹം ദൈവത്തിന് കണ്ടെത്താൻ പറ്റുന്നത് ഈ വാക്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ അത്രയധികം ദൈവത്തെ സ്നേഹിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്താണ് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് എപ്പോൾ പഠിക്കാൻ പറ്റും, ദൈവത്തോട് നമുക്ക് എങ്ങനെ സമയം എപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് യാമങ്ങളെ നമ്മൾ മണിക്കൂറുകളെല്ലാം നമ്മുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കാൻ, ആ സമയത്തിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായ ഒരു സംഭവമാണ്, അവസ്ഥയാണ് 148-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പൂർണ്ണമായ സ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും മനുഷ്യനെ സമൃദ്ധിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെയുള്ള അനുസരണവും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അനുസരണവും തമ്മിൽ ശരിക്കും വളരെ വലിയ സ്നേഹം എന്ന വ്യത്യാസം തന്നെയുണ്ട്. അല്ലെ, നമുക്ക് ദൂതന്മാരുടെ ഭാഷകൾ സംസാരിക്കാൻ കഴിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്നാണ്. ഈ ഒരു ദൈവസ്നേഹമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യാമങ്ങളെ നോക്കി പാർത്തുകൊണ്ട് വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ദൈവസ്നേഹം ദൈവം നമ്മളിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനൊരു ദൈവസ്നേഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതെന്താണ് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 119-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ എന്നാണ് തിങ്കളാഴ്ചത്തെ ഭാഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന 90-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. നമ്മൾ 90-ാം സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിലേക്ക് നമ്മുടെ മനപ്പാഠ വാക്യമാണ് എന്താണ്? ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമെന്നാണ് നമ്മുടെ മനപ്പാഠ വാക്യം നമ്മോട് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ജീവിതം ഭൂമിയിൽ നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണെന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് അനാദിയായ ദൈവത്തിൻ്റെ അനന്തമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ആ ലോകത്തെ വെച്ച് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ഷണികമാണ്. ഇവിടെ മോശ പറഞ്ഞിരിക്കുന്നത് ഒരു നെടുവീർപ്പിൻ്റെ അത്രയേ ഉള്ളൂ.
നമ്മളൊരു ദീർഘശ്വാസം എടുത്ത് വിടുന്നതിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിതവും നമ്മൾ കാണുന്നത്. ശരിക്കും ഇപ്പം നമുക്കത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. അനന്തമായ ലോകത്ത് അല്ലെ, അനന്തമായ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ഭൂമിയിൽ ജീവിച്ചത് വളരെ ക്ഷണികമായ ഒരു നെടുവീർപ്പിൻ്റെ എടുക്കുന്ന സമയം മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും നമ്മുടെ സ്വർഗത്തിലെ പല കാര്യങ്ങളും വെളിപ്പെടുത്താത്തതിനും ഒരു കാരണമുണ്ട്. കാരണം ശരിക്കും നമുക്ക് എന്താണ് ഇതിപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി അത് ഗ്രഹിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യാവസ്ഥയെ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതായത് 2-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പർവ്വതങ്ങൾ ഉണ്ടായതിലും ഭൂമിയും ഭൂമണ്ഡലത്തിലും നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ എത്രമാത്രം നമുക്കതിങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മളെ ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു അത്രയും ക്ഷണികമാണ്, ഒരു നെടുവീർപ്പിൻ്റെ അത്രയാണ് എന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ് അത് ഉൾക്കൊള്ളുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അല്ലേ. പക്ഷെ മോശയോട് പറഞ്ഞ് നമ്മുടെ ഒരു ദിവസം എന്താണ് ദൈവത്തിന് 1000 വർഷങ്ങൾ യാമങ്ങൾ പോലെ എന്നാണ്. നമ്മുടെ വർഷങ്ങൾ ദൈവത്തിന് 1000 വർഷങ്ങൾ യാമങ്ങൾ പോലെയെന്ന് പക്ഷേ മോശ ഈ സങ്കീർത്തനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്ര വളരെ ഒരു ക്ഷണികമായ സമയത്താണ് നമ്മൾ ഈ ഭൂമിയിലൂടെ ഭൂമിയിൽ ജീവിക്കുകയും ഒത്തിരി പ്രലോഭനങ്ങൾക്കും പാപത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ഇത്രയും വളരെ ചെറിയ ക്ഷണികമായ ജീവിതത്തിന് നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അനന്തമായ ലോകത്ത് ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്നും ഈ സങ്കീർത്തനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. 4-ാം വാക്യത്തിൽ മോശ പറയുന്നത് എന്താണ് 1000 വർഷം യാമം പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 13-14 വാക്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഈ പാപമയമായ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ ക്ഷണികമായ സമയത്തുള്ള ദൈവത്തിൻ്റെ കരുണയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയയും എല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുന്നു ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നമ്മൾ പൊടിയെന്ന് അവൻ അറിയുന്നു. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയാം, നമ്മൾ അത്രയേ ഉള്ളൂ, നമ്മൾ പൊടിയേ ഉള്ളൂ. വളരെ ക്ഷണികമായി ഈ ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ ശരിക്കും പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ പലതവണ വീണ് നമ്മൾ പറഞ്ഞ് ദൈവത്തോട് എത്തുമ്പോഴും ദൈവം എന്താണ് നമ്മളോട് ഒത്തിരി തവണയെ ക്ഷമിക്കാൻ നമ്മൾ എത്ര നമ്മൾ ക്ഷമിച്ച് ദൈവം നമ്മളെ കൈക്കൊള്ളാൻ തയ്യാറാക്കുന്നു. കാരണം നമ്മുടെ പ്രകൃതി പൊടിയാണെന്ന് അവൻ അറിയുന്നുവെന്നും ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 90-ന്റെ 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തേണമേ എന്ന് പറയുന്നു. ദാസന്മാർക്ക് പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് മഹത്വവും വെളിപ്പെടുത്തേണമേ. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നു എന്നുകൂടെ നമ്മൾ പഠിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമായിരിക്കുമ്പോഴാണ് നമ്മൾ നാളുകൾ എണ്ണാൻ പഠിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അനാദിയായ ദൈവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായ ജ്ഞാനം നേടുന്നത് എന്താണ്? യഥാർത്ഥമായ ദൈവിക ജ്ഞാനം നേടിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവിക സ്വഭാവത്തിൽ നമുക്ക് ജീവിതത്തെ രൂപാന്തരം വരുത്താൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് ഈ മോശയുടെ ഒരു പ്രാർത്ഥന നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആയിക്കഴിഞ്ഞാൽ ഈ വളരെ ക്ഷണികമാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതിനും അനന്തമായൊരു ലോകത്ത് ദൈവത്തോടൊപ്പം വാഴേണ്ടതിന് പാപത്തിൻ്റെ സന്തോഷങ്ങളെ കൈക്കൊള്ളാതെ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ദൈവത്തിന് പരീക്ഷ അല്ലെങ്കിൽ പരിശോധന എന്നാണ് ചൊവ്വാഴ്ചത്തെ ഭാഗം. സങ്കീർത്തനം 81-ന്റെ 7-8 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ കഷ്ടകാലത്തു നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിൽ നിന്നു ഞാൻ നിന്നെ പരീക്ഷിച്ചു. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. നമ്മൾ പുറപ്പാട് 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ മോശ എന്താണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ വഴി നടത്തിക്കൊണ്ട് വരുന്നത് കാണും. അതായത് സീൻ മരുഭൂമിയിൽ നിന്ന് രഹീദിലേക്കുള്ള വഴിയിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ രഹീദിൽ പോയി പാളയം ഇറങ്ങുമ്പോഴാണ് ജനങ്ങൾ മോശയോട് വെള്ളത്തിന് അവിടെ ദാഹിച്ചിട്ട് വെള്ളം ഇല്ലാകിയാൽ മോശയോട് ദൈവത്തെ പരീക്ഷിച്ച് ചോദിക്കുന്നത്, ദൈവത്തിന് വെള്ളം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അങ്ങനെ എന്താണ് ഈ പരീക്ഷ, അങ്ങനെ ദൈവം അവിടെ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. പാറ അടിക്കുന്നു, വെള്ളം കിട്ടുന്നു.
കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, ദൈവത്തിന് ഇടിമുഴക്കത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും അവരുടെ കഷ്ടതയിൽ ഇടിമുഴക്കത്തിൻ്റെ മറവിൽ അവർക്ക് ഉത്തരം അരുളുകയും അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്തിട്ടും വെള്ളം കൊടുക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷ അവരെന്താണ് ദൈവത്തെ പരീക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ ദൈവം അവർക്ക് വെച്ച പരീക്ഷണത്തിൽ, അതായത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെച്ച പരീക്ഷണത്തിൽ ഇസ്രായേൽ മക്കൾ തോറ്റുപോയെന്ന് കാണുന്നു. എന്നാൽ നമ്മൾ നേരെ മറിച്ച് യോസഫിൻ്റെ കഥയിലേക്ക് പോകുമ്പോഴത്തേക്ക് യോസഫ് എന്താണ്, യോസഫിനും ദൈവം പരീക്ഷണം വെച്ചിരുന്നു. പക്ഷേ ആ യോസഫ് എന്തുകൊണ്ടാണ് പരീക്ഷണം വന്നെന്ന് അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അവൻ എന്താണ് അടിമയായി കൊണ്ടുപോയപ്പോഴും അതുപോലെ തന്നെ ഇരുമ്പ് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും എന്താണ് അവന് അവിടെയെല്ലാം മാനസികമായ സമ്മർദ്ദത്തിലൂടെയും പിരിമുറുക്കത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ പരീക്ഷയിൽ വിജയിച്ചതായിട്ട് കാണുന്നുണ്ട്. അവിടെ അവൻ എന്താണ് ദൈവത്തെ അനുസരിച്ചു ആ സമയത്ത് ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ ആ പരീക്ഷയിൽ ഇസ്രായേൽ മക്കൾ തോറ്റുപോയപ്പോൾ യഥാർത്ഥത്തിൽ യോസഫ് വിജയിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ സങ്കീർത്തനം 105 വാക്യത്തിലേക്ക് പോകുമ്പോൾ രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ആരെ? യോസഫിൻ്റെ കാര്യമാണ് വരുന്നത്. വിടുവിച്ചു, ജാതികളുടെ അധിപതിയാക്കി, അവനെ സ്വതന്ത്രരാക്കി. തുറന്നു വായിക്കുമ്പോൾ നമുക്കറിയാം, മന്ത്രിക്ക് ജ്ഞാനം ഉപദേശിച്ച് നൽകുന്നതിന് വേണ്ടി ആരെ നിയോഗിച്ചു? യഥാർത്ഥത്തിൽ ഈ യോസഫിനെ നിയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അല്ലെങ്കിൽ അതിന് നമ്മൾ തുടരെ ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുസരിക്കാതിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ദുശ്ശാഠ്യമുള്ളവരായി തീരുന്നു എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദുശ്ശാഠ്യം വളരുന്നതിനും താൻ തോന്നിയായ ഒരു വ്യക്തി ജീവിതം നയിക്കുന്നതിനും അത് കാരണമായി തീരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ പരീക്ഷിച്ച് ഇസ്രായേൽ മക്കൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ദൈവം അവർക്ക് അതിനു മുമ്പിൽ അവിടെ അത്ഭുതങ്ങൾ നടത്തിയാണ് അവരവിടെ നിന്ന് വിടുവിച്ച് വന്നത്. അത്രയും അത്ഭുതങ്ങൾ നടത്തി വിടുവിച്ചിട്ട് കൂടെ അവരിങ്ങനെ ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് നൽകിയ പരീക്ഷയിൽ അവരവിടെ തോൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ശരിക്കും എന്താണ് ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനമാക്കുന്നതും ഇങ്ങനെയുള്ള പരീക്ഷകൾ ദൈവത്തോട് ചെയ്യുമ്പോൾ ഇടയാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടത് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മോശ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ നാളുകൾ എന്നെ ഉപദേശിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് മോശയുടെ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് കൂടെ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ബുധനാഴ്ച ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ദുഷ്ടവഴിയുടെ വഞ്ചനാ സ്വഭാവം എന്നാണ്. ദുഷ്ടവഴിയുടെ വഞ്ചനാ സ്വഭാവം എന്നാണ്. സങ്കീർത്തനം 141 അടിസ്ഥാനമാക്കിയാണ് ബുധനാഴ്ചത്തെ പാഠം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഉള്ളിൽ നിന്നുള്ളയും നമ്മുടെ പുറത്തുള്ളതുമായ എല്ലാ ടെംപ്റ്റേഷനെയും അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രാർത്ഥനയാണെന്നൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. 141 3 വാക്യം വളരെ പ്രാധാന്യമാണ്. യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദോരം കാക്കേണമെന്നാണ്. ശരിക്കും എന്താണ് നമ്മൾ വാ കൊണ്ട് എന്തെങ്കിലും സംസാരിച്ച് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി ഒരു ഗോസിപ്പ് അടിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിക്കണമെന്ന് ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ അധരദോരം കാക്കുന്ന ദൈവത്തിന് കാവൽ നിർത്താൻ വേണ്ടിയാണ്. യഹോവേ എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദോരം കാക്കണമെന്ന്. അങ്ങനെ നമുക്ക് ദൈവത്തിനെതിരെ വാ കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മെ സഹായിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ 5 വാക്യത്തിലേക്ക് പോകുമ്പോൾ ദുഷ്ടപ്രവൃത്തികൾ ഇടപെടാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഓർത്ത് നോക്കി ദാവീദൊക്കെ എത്രത്തോളം ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തി ജീവിക്കണം എന്നുള്ള വ്യക്തികളായിരുന്നു എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതായത് ദുഷ്ടപ്രവൃത്തികൾ ഇടപെടാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തെ അവിടെ നിന്ന് സംരക്ഷിക്കണമെന്നാണ്. ശരിക്കും നമ്മൾ വായിച്ചു വരുമ്പോൾ ഹൃദയത്തിലാണ് ആദ്യം നമ്മൾ ഒരു പാപം ഉടലെടുത്ത് വന്ന അല്ലെങ്കിൽ പാപം ചിന്തിക്കുന്നത് ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുകയും അതിലേക്ക് ചായുകയും ചെയ്യുന്നത്. രണ്ടാമതാണ് അത് പ്രവൃത്തിയിലേക്ക് എത്തപ്പെടുന്നത്. മൂന്നാമതാണ് നമ്മൾ പ്രവൃത്തിയിൽ എത്തപ്പെട്ടതിന് ശേഷം ആ പാപം ആസ്വദിച്ചൊരു പാപിയായി മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പാപത്തിൻ്റെ തുടക്കം ഇരിക്കുന്നത് എവിടെയാണ്? ശരിക്കും ഹൃദയത്തിലാണ്. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളിലാണ് ശരിക്കും എന്താണ് ഈ പാപത്തിൻ്റെ
തുടക്കമിരിക്കുന്നത്. അത് പതിയെ പതിയെ നമ്മൾ വളരാനിടയാക്കിയാൽ അത് പ്രവൃത്തിയിൽ ആ ഹൃദയത്തിൽ വന്ന പാപം നടപ്പിലാക്കുകയും പിന്നെ നമ്മൾ ആ പാപം ആസ്വദിക്കുകയും അങ്ങനെ ശരിക്കും ദൈവസന്നിധിയിൽ പാപിയായി മാറുകയും, അതായത് ദൈവത്തിന് മുമ്പിൽ നമ്മൾ ദുഷ്ടനായി തീരുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ദാവീദിൻ്റെ പ്രാർത്ഥന ഓർക്കുമ്പോൾ എത്ര നല്ലതാണ് അല്ലേ? ഹൃദയം പാപം ചെയ്യാതിരിക്കേണ്ടതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ശരിക്കും ഇതാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നമ്മുടെ ഹൃദയം തന്നെ ദൈവത്തിൽ പാപം ചെയ്യാതിരിക്കാൻ സാധിക്കും. അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് മത്തായി 5:5 തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയശുദ്ധിയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടതിന് ഹൃദയത്തെ സംരക്ഷിക്കാൻ ദൈവത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ദാവീദിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ആവർത്തന പുസ്തകം 30-19 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്നാൽ 20-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ സ്നേഹത്തെ അവനോട് ചേർന്നിരിക്കേണ്ടതിന് എന്തിനെ തിരഞ്ഞെടുത്തുകൊള്ളുക? ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ജീവനും മരണവും നമ്മളൊരു ചോയ്സ്, നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് ജീവനും മരണവും അനുഗ്രഹവും ശാപവും എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ദൈവത്തെ നമുക്ക് ദീർഘായുസ്സോട് ജീവിക്കേണ്ടതിന് എന്താണ് നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കേണ്ടത്? എന്താണ് നമ്മൾ ജീവനെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി ഇവിടെ ആവർത്തന പുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ജീവനോടെ അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നുവെന്ന് 20-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും നമ്മൾ ദുഷ്ടത വിട്ട് നടക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന്. അതിന് ദാവീദിൻ്റെ ഈ പ്രാർത്ഥന വളരെ ഫലപ്രദമാണ്. നമ്മുടെ ദൂരത്തിന് കാവൽ നിർത്തുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ സംരക്ഷണതയോ ഏറ്റെടുക്കുകയും ചെയ്താൽ എന്താണ് ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാനും ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നമ്മെ സഹായിക്കുന്നതാണ്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. നീതിയായ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അതായത് സങ്കീർത്തനം 1, 112, 128 എന്നീ അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ നീതിമാനു വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ ധാരാളമാണെന്നും നീതിയായി ജീവിക്കുന്ന നീതിമാനെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ധാരാളം വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അധ്യായങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നീതിമാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു, നീതിമാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് പറയുന്നു, നീതിമാൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. 112-4 വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൻ വെളിച്ചത്തിൽ നടക്കുന്നതായിട്ട് പറയുന്നു. അതുപോലെ ദൈവം അവനെ കുലുങ്ങിപ്പോകാതെ വണ്ണം എന്താണ് ഓർക്കുന്നു, ദൈവം അവനെ കുലുങ്ങിപ്പോകാതെ വണ്ണം അവനെ ഓർക്കുന്നു, ആരും നീതിമാനെ ഓർക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ അവൻ്റെ ഹൃദയത്തെ ദൈവത്തെ സമർപ്പിച്ചത് കൊണ്ട് തന്നെ ദുർവർത്തമാനം കേട്ട് അവൻ ഭയപ്പെടുന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തെ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ദുർവർത്തമാനം കേട്ട് ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നീതിമാനെ കുറിച്ച് അഥവാ നീതിമാൻ എന്താണ് എപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ നീതിമാൻ്റെ ജീവിതത്തിൽ നന്മയും നമ്മുടെ ജീവിതത്തിൽ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ നീതിമാനെ കുറിച്ചുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും എല്ലാവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ശരിക്കും എന്താണ് അത് നമുക്ക് സാധ്യമായി പൂർണ്ണമായി ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ തന്നെയും എന്താണ് നമ്മുടെ വരുവാനുള്ള നിത്യമായ ലോകത്ത് എന്താണ് പൂർണ്ണമായി ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകും, നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നീതിമാൻ ഉണ്ടാകും, നീതിയായി ജീവിച്ചാൽ ഉണ്ടാകും. നമ്മൾ പഠിക്കുമ്പോഴും റോമർക്കെതിരെ ലേഖനം 3:10 വാക്യം ഇങ്ങനെ പറയുന്നു, എന്താണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പലരും ഈ വാക്യത്തെ എടുത്തുകൊണ്ട് തന്നെ എന്താണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ള ഒരു വാക്യം പിന്നെയും അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ലൈസൻസായി കണക്ക് കൂട്ടുന്നു എന്നൊരു വളരെ സങ്കടകരമായ അവസ്ഥ നമ്മൾ ഇന്നത്തെ ലോകത്തിൽ ആത്മീയ ലോകത്തിനകത്ത് തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലേ. അവരെന്താണ് വിചാരിച്ചത്? അവർ അവിടെ ദുഷ്ടതയിൽ പിന്നെയും മുഴുകുന്നതിന് ഈ വാക്യം അവർ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. ശരിക്കും നമ്മുടെ നീതി പ്രവൃത്തികൾ കാരണം, നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികൾ കാരണം നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല എന്നൊരു സത്യാവസ്ഥയാണെങ്കിലും നമ്മൾ ദൈവവചനം പ്രമാണിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് യേശുവിനോട് വിശ്വസ്തത പുലർത്തി നീതിയായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിயின் വസ്ത്രം നമ്മളെ ധരിപ്പിക്കുകയും അങ്ങനെ ദൈവം നമ്മളെ നീതിമാനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ദുഷ്ടതയിൽ തന്നെ തുടർന്നു കൊണ്ടുപോവുകയാണ്
അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്താണ് ദൈവത്തിൻ്റെ നീതിയും വസ്ത്രം നമുക്ക് നൽകപ്പെടുന്നില്ല, നമ്മൾ നീതിമാനായി കണക്കാക്കപ്പെടുന്നില്ല എന്ന് കൂടെ ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിക്കും എന്താണ് തെറ്റും ശരിയും എല്ലാം തിരിച്ചറിഞ്ഞ് തെറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നീതിയും വസ്ത്രം ലഭിക്കത്തില്ല. അതാരിൽ നിന്ന് ലഭിക്കത്തുള്ളൂ? ഏതെൻ തോട്ടത്തിൽ നഷ്ടമായ നീതിയും വസ്ത്രം തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കാൻ സാധ്യമുള്ളൂ. നമ്മുടെ പ്രവൃത്തികളൊന്നും കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ ദൈവം എന്താണ് രേഖപ്പെടുത്തുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യാവസ്ഥ. നീതിമാൻ ആരുമില്ലെങ്കിലും ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊണ്ട് നീതിയോടെ ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ നീതിയും വസ്ത്രം ധരിപ്പിക്കുമ്പോൾ നീതിമാനായി തീരുന്നുവെന്ന് നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നീതിമാനുള്ള അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ വ്യാഴാഴ്ചത്തെ ഭാഗത്ത് പഠിച്ചത്. ശരിക്കും നീതിമാന് ധാരാളം അനുഗ്രഹങ്ങൾ, അഭിവൃദ്ധി പ്രാപിക്കുന്ന, കുലുങ്ങി പോകാതെ വണ്ണമുള്ള അനുഗ്രഹം ധാരാളം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതി പ്രവർത്തിച്ച് ന്യായവും നീതിയും പ്രവർത്തിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ശരിക്കും നമ്മൾ വെള്ളിയാഴ്ചത്തെ ഭാഗം പഠിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ ഭാഗത്തിൽ പഠിച്ചു വന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിലോട്ട് നോക്കിയാൽ ആൾക്കാർ, ലോക ജനതയാവട്ടെ ദൈവിക ജനമാവട്ടെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമല്ലെന്ന് മനസ്സിലാക്കണം. പക്ഷെ അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് സന്തോഷവും സന്തുഷ്ടവുമായ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പക്ഷേ ദൈവത്തെ അനുസരിച്ച് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന് പറഞ്ഞതുപോലെ നേർവഴിക്ക് നടക്കാതെയുള്ള സന്തോഷമൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അത് വളരെ ക്ഷണികവുമാണ്, അത് ശിക്ഷാർഹവുമാണ്. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് അവർക്ക് സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ്. അല്ലാതെ ദൈവിക ജ്ഞാനം പ്രാപിച്ച് നീതിയോടെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് അല്ല എന്നുള്ളൊരു വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുള്ളതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം കാരണം ഈ ലോകത്തിൽ നമുക്ക് കുലുങ്ങാതെ ജീവിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ അനാദിയായ ലോകത്തിൽ അനാദിയായ ദൈവത്തിൻ്റെ കൂടെ അനന്തമായ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നും ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ബോധപൂർവം നിരന്തരമായി ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ തള്ളിക്കളയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നാണ്. ബോധപൂർവം നിരന്തരമായി ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ തള്ളിക്കളയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നാണ്. സങ്കീർത്തനം 81, 95 ഒക്കെ നമുക്ക് വായിക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ സത്യത്തിൽ വഴി നടത്തുന്നതിന് വേണ്ടി നമുക്ക് കാര്യസ്ഥനായി നിയമിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ ബോധപൂർവം നിരന്തരമായി നമ്മൾ ഈ സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സത്യത്തെ വഴി നടത്തുന്നതിന് വേണ്ടി നിയമിച്ചിരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറ്റപ്പെടുകയും നമ്മുടെ ഹൃദയം കാഠിന്യപ്പെടുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ 95-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയാതെയും പോകുന്നു. അങ്ങനെ നമ്മൾ സംഭവിക്കുന്നത്? ബോധപൂർവമായി ചെയ്യുന്ന ആ പാപം കാരണം സ്വർഗത്തിൻ്റെ കവാടം എന്നേക്കുമായി നമ്മുടെ മുമ്പിൽ അടയപ്പെടുക മാത്രമല്ല നമ്മളൊരു വലിയ ന്യായവിധിക്ക് തയ്യാറെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവിക ജ്ഞാനം അന്വേഷിച്ച് നീതിയായി ജ്ഞാനത്തോടുകൂടി ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷം നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്നത്തെ ഈ ആഴ്ചത്തെ പാഠം പഠിക്കാൻ സഹായിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. തീർച്ചയായിട്ടും മോശയുടെയും ദാവീദിൻ്റെയും പ്രാർത്ഥനകളിൽ, യൂബിൻ്റെയും പ്രാർത്ഥനകളെല്ലാം ഞങ്ങളിൽ അവിടെ പ്രാവർത്തികമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകം എത്ര ക്ഷണികമാണെന്ന് ഓർത്തുകൊണ്ട് കർത്താവേ ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പാദിച്ച് ജീവിക്കേണ്ടതിനും കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിന് യാമങ്ങളെ എണ്ണി ജീവിക്കേണ്ടതിനും എല്ലാവരും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കൊണ്ടും ആദരം കൊണ്ടും പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവമേ ദൂതന്മാരെ അവിടെ ഞങ്ങളുടെ ഹൃദയവും ആദരത്തിൽ നിർത്തി അവിടെ സംരക്ഷിക്കുമാറാണേ, കാവൽ നിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെല്ലാവരും തിരുവരങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു കർത്താവേ. പാപികളും അരിഷ്ടകളും ദോഷികളുമായിരിക്കുന്ന ഞങ്ങൾ പാപം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ കൂടെ പലപ്പോഴും പാപത്തിലും ചിന്തയിലും വിചാരത്തിലെങ്കിലും വീണു പോകുന്ന ഞങ്ങൾ കർത്താവേ ദൈവമേ ഞങ്ങളെല്ലാവരും തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് ഭരമേൽപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാണ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിയന്ത്രിക്കുമാറാണ്. സ്വർഗീയ സംരക്ഷണം ഞങ്ങൾക്ക് ഏർപ്പെടുത്തുമാറാകണമേ. അങ്ങനെ ദൈവം ഞങ്ങളിൽ നിന്ന് എന്ത് സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്നേഹത്തിൽ വളർന്നു വരാൻ ഞങ്ങളെല്ലാവരും ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു പ്രിയ പിതാവേ. ആമേൻ. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.